ഗുഡ് ഈവനിങ്. നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ഫിസിക്സിലെ 11ാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ്സുകളാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പരീക്ഷ ബേസ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് 3 സെക്ഷനുകളാണ്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ്. ഒന്നാമത്തെ നമുക്ക് പഠിക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ആരാണ്? ഗ്യാസ് ആണ്. പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന ഒന്നാമത്തെ സെക്ഷൻ ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ ആണ്. പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ ഉണ്ട്. അതുപോലെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ 3 സെക്ഷനുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. രണ്ടാമതെന്ന് പറയുന്നത് പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ. തേർഡ് പോർഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ 3 പോർഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ പോർഷനാണ് നോക്കുന്നത്, പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അപ്പോൾ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ പ്രധാനമായിട്ടും ഒരു 8 പോസ്റ്റുലേറ്റ്സുകളാണുള്ളത്. അതിലൊരു 4 എണ്ണമെങ്കിലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വച്ചിരിക്കണം. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. അപ്പോൾ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഈ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു ഗ്യാസിനകത്ത് എന്തുണ്ട്? ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു ഗ്യാസിനകത്ത് എന്തുണ്ട്? ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. വിച്ച് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പീഡ്സ്. വിച്ച് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പീഡ്സ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഇലാസ്റ്റിക് സ്പീഡ്സ്. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താ? എ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പീഡ്സ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. ആ ഗ്യാസ് മോളിക്യൂൾ എല്ലാം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? റാൻഡം ആയിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദേ ട്രാവൽ വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അവർ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് വെലോസിറ്റിയോട് കൂടി എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ എന്താ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് നോക്കി, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് വളരെ എളുപ്പമാണ്. ഇങ്ങനെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ എന്താണ്? കൂടുതലാണ്. ഇങ്ങനെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദ കൊളിഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. അപ്പോൾ നമുക്ക് പറയാം ദ കൊളിഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻ എന്ന് പറയുന്നത് എന്ത് കൊളിഷനാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ നോക്കി മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താ? ദ കൊളിഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ ഈസ് എന്താ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷനകത്ത് ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം ആർ കൺസർവ്ഡ്. എന്തൊക്കെ കൺസർവ്ഡ് ആണ്? കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും എന്താണ്? കൺസർവ്ഡ് ആണ് അല്ലേ? അപ്പോൾ അത്തരം കൊളിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻ എന്ന് പറയുന്നത് എന്ത് കൊളിഷൻ എക്സാമ്പിൾ ആണൊരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ 3 പോസ്റ്റുലേറ്റ്സ് കണ്ടു. ഓക്കെ, ഇവിടെ നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് നമുക്ക് നോക്കാം. പോസ്റ്റുലേറ്റ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 പോസ്റ്റുലേറ്റ്സ് കണ്ടു. അപ്പോൾ നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾ റാൻഡമായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു കൂട്ടിയിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ കൊളീഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു.
അപ്പോൾ ഇങ്ങനെ ഒരു റാൻഡമായിട്ട് ഗ്യാസ് മോളിക്യൂളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ there is no force of attraction or repulsion between ആരാ ഗ്യാസ് മോളിക്യൂൾസ്. ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു രീതിയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല. ഇത് നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് ആണ്. അപ്പോൾ നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താ? there is no force of attraction or repulsion between ആരാ ഗ്യാസ് മോളിക്യൂൾ. ഇനി നോക്കി അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ഈ ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് ഓഫ് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ the size of a gas molecule is very small, വളരെ ചെറുതാണ്, small, compared to the distance between them. എന്തിനെ വെച്ച് നോക്കുമ്പോൾ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ വെച്ച് എന്ത് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ അവർക്കിടയിൽ ആ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് ഗ്യാസ് മോളിക്യൂൾസിനെ എടുത്താൽ ആ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് ആ ഡിസ്റ്റൻസിനേക്കാൾ വളരെ എന്തായിരിക്കും? ചെറുത് ആയിരിക്കും. ഇനി ആറാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയും. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. ആ കൊളീഷൻ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ദ കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. എന്ത് പ്രോസസ്സാണ്? അതൊരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഒരു കൊളീഷൻ നടന്ന് അടുത്ത കൊളീഷൻ നടക്കാൻ അവിടെ എന്തില്ല? ടൈം ലാഗ് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ ആ കൊളീഷൻ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത കൊളീഷൻ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. അപ്പോൾ ഇതാണ് ആറാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 6 പോസ്റ്റുലേറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് molecules which are perfectly elastic spheres. രണ്ടാമത് these gas molecules in a random motion എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു they move with a different velocity in different direction. മൂന്നാമത് during random motion the gas molecules collide each other. The collision between gas molecule is perfectly elastic collision. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്യാസ് മോളിക്യൂൾ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാസ് മോളിക്യൂൾസിന് ഇടയിൽ എന്തില്ല? നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷനാണ്. അവർ തമ്മിൽ യാതൊരു രീതിയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല. അഞ്ചാമത്തത് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ സൈസിനെ നമ്മൾ ഡിസ്റ്റൻസിനെ വെച്ച് രണ്ട് ഗ്യാസ് മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും. ആറാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് the collision between gas molecule is instantaneous process. അതെന്ത് പ്രോസസ്സാണ്? ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സാണ്. ഇനി ഏഴാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ is directly proportional to absolute temperature. ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇത് ഗ്യാസ് മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ 7 പോസ്റ്റുലേറ്റ്സ് ആയി. അപ്പോൾ ഏഴാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് the average kinetic energy of a gas molecule is directly proportional to absolute temperature. That means നമുക്ക് എഴുതാം kinetic energy is directly proportional to temperature. അപ്പോൾ ഇത് 7 പോസ്റ്റുലേറ്റ് ആയി. നമുക്ക് എട്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് നോക്കാം. എട്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് വളരെ എളുപ്പമാണ്. എട്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് ഇത്രയേ ഉള്ളൂ. The straight line distance traveled by a gas molecule during two successive collision is called a mean free path. The collision is called a mean free path. എന്ത് വിളിക്കും? നമ്മൾ mean free path എന്ന് വിളിക്കും. mean free path. അപ്പോൾ എന്താ ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ ബേസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എട്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് നോക്കി. The straight line distance traveled by a gas molecule
ഡ്യൂറിങ് 2 successive collision is called a mean free path. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ അടുത്തടുത്തുള്ള രണ്ട് കൊളീഷനിടയിൽ ട്രാവൽ ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? മീൻ ഫ്രീ പാത്ത്, അല്ലെങ്കിൽ നമ്മൾ ലാംഡ അല്ലേ. അപ്പോൾ ഇത് 8 എണ്ണമാണ് ആരുടെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിന്റെ പോസ്റ്റുലേറ്റ്സ്. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് നമുക്ക് പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ 4 പോയിന്റെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പറയുന്നത് എ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പീഡ്സ്. ദീസ് ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് ഡ്യൂറിംഗ് റാൻഡം മോഷൻ ദ ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ഈച്ച് അതർ. ദ കൊളിഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് നമ്മൾ പറഞ്ഞു there is no force of attraction or repulsion between our gas molecules. ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്സ് നമ്മൾ പറഞ്ഞു the size of a gas molecule is very small as compared to the distance between them. ആറാമത്തത് the collision between gas molecule is an instantaneous process. ഏഴാമത്തത് the average kinetic energy of a gas molecule is directly proportional to absolute temperature. അടുത്ത എട്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് the straight line distance traveled by a gas molecule during 2 successive collision is called a mean free path അല്ലേ. അപ്പോൾ ഇത് 8 നമ്മുടെ പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ സെക്ഷൻ. ഇനി നമുക്ക് നോക്കേണ്ട രണ്ടാമത്തെ സെക്ഷനാണ് പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ. ഒരു ഗ്യാസ് മോളിക്യൂൾ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ദ പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ. ഓക്കെ, നമ്മൾ നോക്കുന്നത് പ്രഷർ എക്സെർട്ടഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ. അപ്പോൾ അതിന് ഞാൻ ഒരു ക്യൂബിക്കൽ അല്ലെങ്കിൽ ഒരു ക്യൂബോയിഡ് കൺസിഡർ ചെയ്യുന്നു. ഒരു ക്യൂബിക്കൽ ബോഡിയാണ്. ഈ ക്യൂബിന്റെ ലെങ്ത് ഞാൻ L എന്ന് എടുക്കുന്നു. ക്യൂബിന്റെ ലെങ്ത് ആരായിട്ട് എടുക്കുന്നു? L ആണ്. അപ്പോൾ ഇത് എക്സ് ഡയറക്ഷൻ എടുക്കുന്നു, ഇത് വൈ ഡയറക്ഷൻ ആണ്, അതുപോലെ ഇത് Z ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഈ ക്യൂബിക്കൽ ഷേപ്പിനകത്ത് അല്ലെങ്കിൽ ഈ സിലിണ്ടറിനകത്ത് ക്യൂബിക്കൽ സിലിണ്ടറിനകത്ത് ഞാനൊരു ഗ്യാസിനെ ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസ് ഞാൻ M ആയിട്ട് അസ്യൂം ചെയ്യും. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസ് ഞാൻ M ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഗ്യാസ് മോളിക്യൂൾ റാൻഡമായിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്യാസ് മോളിക്യൂളിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, Z ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഞാൻ അതിൽ ഒരു ഗ്യാസ് മോളിക്യൂളിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ മാസ് ഞാൻ M ആണെന്ന് പറഞ്ഞു. മൂവിങ് വിത്ത് എ വെലോസിറ്റി Vx ഇൻ ദ എക്സ് ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണ്? എക്സ് ഡയറക്ഷനിൽ ഏത് വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. Vx എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾ ദാ ക്യൂബിൻ്റെ ഈ എൻഡിൽ അല്ലെങ്കിൽ ഈ സർഫസിൽ വന്ന് ഇടിച്ച് അപ്പോൾ നമ്മൾ അങ്ങനെ ഗ്യാസ് മോളിക്യൂൾ എക്സ് ഡയറക്ഷനിൽ Vx എന്ന് പറഞ്ഞ വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യുന്നു. അപ്പോൾ അത് ആ ക്യൂബിൻ്റെ ഒരു എൻഡിൽ വന്ന് തട്ടും. എന്നിട്ട് അതേ റീബൗണ്ട് ചെയ്ത് വരും. ആ റീബൗണ്ട് ചെയ്ത് വരുന്ന വെലോസിറ്റി ഞാൻ ആരായിട്ട് എടുക്കുന്നു? -Vx ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചെയ്ത ഒരു ക്യൂബ് എടുത്തു. ആ ക്യൂബിനകത്ത് ഒരു നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തു. അതിലൊരു ഗ്യാസ് മോളിക്യൂളിൽ ഞാൻ അസ്യൂം ചെയ്യുന്നു ഹാവിങ് മാസ് M ആണ്. അത് Vx എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി ഏത് ഡയറക്ഷനിൽ? എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ആ ക്യൂബിൻ്റെ എൻഡിൽ സർഫസിൽ ഇടിക്കുകയും തിരിച്ച് റീബൗണ്ട് ചെയ്ത് വരികയും ചെയ്യുന്നു. ആ റീബൗണ്ട് ചെയ്ത് വരുന്ന വെലോസിറ്റി -Vx ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം കണ്ടുപിടിച്ചുകൂടെ? ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ M ഇൻറ്റു ആരെന്ന് വരും? Vx എന്ന് വരും അല്ലേ. അപ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് mVx ആണ്. അതുപോലെ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ആരാ? -mVx ആണ്. കാരണം തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി -Vx അല്ലേ. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവുമായി ഇനീഷ്യൽ മൊമെൻറ്റം +mVx ഫൈനൽ മൊമെൻറ്റം -mVx ആണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ മൊമെൻറ്റം mVx എന്നും ഫൈനൽ മൊമെൻറ്റം -mVx എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കുക. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ. നമ്മൾ എക്സ് ഡയറക്ഷൻ മാത്രമാണ് എടുക്കുന്നത്. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷൻ.
എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി എക്സ് ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം മൈനസ് ആരെന്നാണ് ഇനീഷ്യൽ മൊമെന്റം എന്നല്ലേ. അപ്പോൾ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് മൈനസ് എം വി എക്സ്, വീണ്ടും മൈനസ് ആരെന്ന് വരും എം വി എക്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് മൈനസ് 2 mvx എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ അത് ചേഞ്ച് ഇൻ മൊമെന്റം ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് 2 mvx എന്ന് കിട്ടി. നിങ്ങൾ നോക്കി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഇൻ എക്സ് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ. എക്സ് ഡയറക്ഷനിൽ ഗ്യാസ് മോളിക്യൂൾ ഈ ഗ്യാസ് മോളിക്യൂൾ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡ് ബൈ ടൈം എന്നല്ലേ. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ഇവിടെ മൈനസ് 2 mvx ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ പക്ഷേ ഞാനിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കിതിന് 2 mvx ഡിവൈഡഡ് ബൈ ഞാനിവിടെ മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം t ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടി ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം ആരാണെന്ന് കിട്ടി 2 mvx ബൈ ആരാണെന്ന് കിട്ടി t ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കി, നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം അറിയാമെങ്കിൽ നമ്മൾ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 2 mvx ബൈ t ആണെന്ന് നമ്മൾ എഴുതി. ഇനി നോക്കി, ഈ ഗ്യാസ് മോളിക്യൂൾ ട്രാവൽ ചെയ്യാനുള്ള ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടൈം എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എന്നാണ്. നിങ്ങൾ നോക്കി, ഈ ഗ്യാസ് മോളിക്യൂള് ഒരു കൊളീഷൻ നടക്കുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യം ഒരു എൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്, തിരിച്ചും ഒരു എൽ ഡിസ്റ്റൻസ് വരുന്നില്ലേ. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ആരായിരിക്കും? നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2l അല്ലേ, ഡിവൈഡഡ് ബൈ സ്പീഡ് vx എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് 2l, അല്ലെങ്കിൽ ഒരു കൊളീഷൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 2l ഡിവൈഡ് ബൈ ആരാ? vx ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് എക്സർട്ടഡ് അല്ലേ, ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ fx എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് fx ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു ചേഞ്ച് ഇൻ മൊമെന്റം 2 mvx ഡിവൈഡ് ബൈ ടൈം എന്നാണ്. ടൈമിന് പകരം നമുക്ക് ഈ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും? 2 mvx ഡിവൈഡ് ബൈ 2l ബൈ vx എന്ന് കിട്ടും. അപ്പോൾ അതാ 2 ഒക്കെ എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്തിട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് mvx² ഡിവൈഡ് ബൈ r എന്നാണ്, l എന്നാണ്. അപ്പോൾ ഫോഴ്സ് എക്സർട്ടഡ് ബൈ 1 ഗ്യാസ് മോളിക്യൂൾ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? mvx² ബൈ l എന്നല്ലേ കിട്ടിയത്. ഇത് ഫോഴ്സ് എക്സർട്ടഡ് ബൈ 1 ഗ്യാസ് മോളിക്യൂൾ ഇൻ എക്സ് ഡയറക്ഷനാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ, അപ്പോൾ ഇത് ഒരു ഗ്യാസ്, ഈ ക്യൂബിനകത്ത് ഒരു ഗ്യാസ് മോളിക്യൂൾ മാത്രമല്ല എന്ത് കാണും? ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇതിനകത്ത് n നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ, ഇതിനകത്ത് n നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഈ n നമ്പർ ഓഫ് മോളിക്യൂൾസും എക്സ് ഡയറക്ഷനിലേക്ക് അല്ല എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ചില ഗ്യാസ് മോളിക്യൂൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അതിൽ കുറേ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, കുറേ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ലെറ്റ് n/3 ഗ്യാസ് മോളിക്യൂൾസ് മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസ് ഞാൻ എത്രയും എടുക്കുന്നു? എക്സ് ഡയറക്ഷൻ n/3 ആണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതായത് ടോട്ടൽ n നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, അതിൽ n/3 ഗ്യാസ് മോളിക്യൂൾസ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. കാരണം അതിന് മൂവ് ചെയ്യാനായിട്ട് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, 3 പാത്ത് ഉണ്ടല്ലേ, എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്നു എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് n ഗ്യാസ് മോളിക്യൂൾസിനകത്ത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എത്ര ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്? n/3 ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാസ് മോളിക്യൂൾ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് mvx² ബൈ l എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് എക്സെർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ n/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഗ്യാസ് മോളിക്യൂൾ എക്സെർട്ട് ചെയ്യുന്ന എത്ര ഫോഴ്സ് കിട്ടി? Fx എന്ന് പറയുന്നത് mvx² ബൈ l ആണെന്ന് കിട്ടി. ഞാൻ പറഞ്ഞു ഇതുപോലുള്ള എത്ര ഗ്യാസ് മോളിക്യൂൾസ്? n/3 ഗ്യാസ് മോളിക്യൂൾസ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടോ നമ്മൾ പറഞ്ഞു, അസ്യൂം ചെയ്യാണ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു.
ടോട്ടൽ n നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൽ n/3 ഗ്യാസ് മോളിക്യൂൾസ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എങ്കിൽ നമുക്ക് ടോട്ടൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾസ് ഇൻ എക്സ് ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഗ്യാസ് മോളിക്യൂൾസും കൂടി എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാതെ? ആ ഫോഴ്സ് ഞാൻ എഫ് എക്സ് ബാർ എന്ന് എടുത്താൽ, എനിക്ക് എഫ് എക്സ് അല്ലെങ്കിൽ മീൻ ആണെന്ന് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എം വി എക്സ് സ്ക്വയർ ബൈ എൽ ഇൻറ്റു ആർ എന്ന് വരും. നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ n/3 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/3 mn vx സ്ക്വയർ ബൈ എൽ എന്നല്ലേ കിട്ടുന്നത്. 1/3 mn vx സ്ക്വയർ ബൈ എൽ. ഇത് നിങ്ങൾ നോക്കിയേ, നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രഷർ കണ്ടുപിടിച്ചുകൂടെ നോക്കുക. പ്രഷർ പി എക്സ് എന്ന് പറയുന്നത് പ്രഷർ എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആരാടെ? ഏരിയ അല്ലേ. അപ്പോൾ ഞാൻ എഫ് എക്സ് ബൈ ഏരിയ എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/3 mn vx സ്ക്വയർ ബൈ എൽ ഡിവൈഡഡ് ബൈ ആരെന്ന് വരും? ഏരിയ എന്നല്ലേ കിട്ടുന്നത്. ഇനി ഈ ഏരിയ അങ്ങ് ലെങ്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ ലെങ്ത് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ആരാകും? വോളിയം ആവത്തില്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/3 mn vx സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി എന്നാവും. കാരണം ലെങ്ത് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ആരാ? വോളിയം അല്ലേടെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് 1/3 mn vx സ്ക്വയർ ബൈ വി ആണ് നമുക്ക് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? പ്രഷർ എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് പി എക്സ് ഈസ് ഈക്വൽ ടു 1/3 mn vx സ്ക്വയർ ഡിവൈഡ് ബൈ വി എന്നല്ലേ. ഇനി നിങ്ങൾ നോക്കി, എം എന്ന് പറയുന്നത് ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ മാസാണ്, എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എം ഇൻറ്റു മാസ് ഇൻറ്റു എൻ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ ഗ്യാസ് എന്ന് എഴുതി കൂടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പി എക്സ് എന്ന് പറയുന്നത് നമുക്ക് 1/3 ക്യാപിറ്റൽ എം വി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ വി എന്ന് എഴുതാമല്ലോ. ഇനി നോക്കിയേ, മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റി അല്ലേടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രഷർ എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഇൻ ഗ്യാസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 1/3 റോ വി എക്സ് സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. 1/3 റോ ആരെന്ന് കിട്ടി? വി എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിയേ, ഈ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഗ്യാസ് മോളിക്യൂൾസിന്റെയും വെലോസിറ്റി ആരല്ല? വി എക്സ് ആണോടെ. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എല്ലാ ഗ്യാസ് മോളിക്യൂൾസിന്റെയും വെലോസിറ്റി ആരല്ല? വി എക്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ഗ്യാസ് മോളിക്യൂൾസിന്റെയും വെലോസിറ്റി ഇപ്പോൾ നമ്മൾ V1 V2 V3 അങ്ങനെയാണ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ വിളിക്കും റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. ആരാണ്? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇതുപോലുള്ള C1 + C2 + എക്സെട്ര അപ് ടു Cn ഡിവൈഡഡ് ബൈ ആരെന്ന് എഴുതാം? n എന്ന് എഴുതാം. കാരണം ഓരോ ഡിഫറൻറ്റ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റിയാണ്. സോറി, C1 അല്ല, C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു Cn സ്ക്വയർ ഡിവൈഡ് ബൈ ആരെന്ന് എഴുതാം? n അല്ലേ. അപ്പോൾ ആ സി സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് വിളിക്കാം. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വി എക്സ് സ്ക്വയറിന് പകരം നമുക്ക് ആരെന്ന് എഴുതാം? പ്രഷർ ഈസ് ഈക്വൽ ടു 1/3 റോ ആരെന്ന് എഴുതാം? സി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ. പി ഈസ് ഈക്വൽ ടു ആരാ? 1/3 റോ സി സ്ക്വയർ. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾ എക്സർട്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു ആരാ? 1/3 റോ സി സ്ക്വയർ ആണ്. വേറെ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ് മോളിക്യൂളും സി എന്ന് പറയുന്നത് ആര്? RMS വെലോസിറ്റി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ആണ്. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂളും ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ. നിങ്ങൾക്കറിയാം ബോർഡ് ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ മാച്ചിട്ട് എഴുതുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കിലെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ ആ ചാപ്റ്റർ എന്ത് ചെയ്യും? കഴിയും. ഓക്കെ, ഞാനത് പറയട്ടെ. ഓക്കെ, നോക്കി അടുത്തത് കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. നമുക്ക് പറയാം കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചു ഇപ്പോൾ പ്രഷർ എക്സർട്ടഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ പി എന്ന് പറയുന്നത് നമ്മൾ ആരായിട്ട് പഠിച്ചു? 1/3 റോ സി സ്ക്വയർ ആണെന്ന് പഠിച്ചല്ലേ. ഇവിടെ നോക്കി, നമുക്ക് റോയെ വേണമെങ്കിൽ മാസ് ബൈ ആരെന്ന് എഴുതാം? വോളിയം എന്ന് എഴുതാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു 1/3 ദ മാസ് ബൈ വോളിയം ഇൻറ്റു സി സ്ക്വയർ എന്ന് എഴുതാം.
ഈ വി യെ നമ്മൾ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് പി വി ഇസ് ഈക്വൽ ടു 1/3 mc² എന്നാവത്തില്ലേടെ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് പി വി ഇസ് ഈക്വൽ ടു nRT അല്ലേ. അപ്പോൾ ഞാൻ എടുക്കുന്നു ഫോർ സിൻസ് n ഈസ് ഈക്വൽ ടു ആരാണെന്ന് വിചാരിക്കുക 1 ആണെങ്കിൽ നമുക്ക് പി വി ഇസ് ഈക്വൽ ടു RT എന്ന് എഴുതി കൂടെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? therefore RT ഈസ് ഈക്വൽ ടു 1/3 mc² എന്നല്ലേ കിട്ടുന്നത്. RT ഈസ് ഈക്വൽ ടു 1/3 mc² എന്ന് കിട്ടും. ഇനി നമ്മളൊന്നുകൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇക്വേഷൻ്റെ LHSനെ അപ്പോൾ എനിക്ക് RT ഈസ് ഈക്വൽ ടു ഞാൻ 1/3 ഇൻറ്റു ഞാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വിചാരിക്കും. അപ്പോൾ 2/3 ഇൻറ്റു 1/2 mc² എന്ന് എഴുതി കൂടെ. ഓക്കെ, അപ്പോൾ ഈ 2/3 ഇപ്പുറത്ത് വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1/2 mc² ഈസ് ഈക്വൽ ടു 3/2 RT എന്നല്ലേ കിട്ടുന്നത്. 1/2 mc² ഈസ് ഈക്വൽ ടു നമുക്ക് ആരെന്ന് വന്നു 3/2 RT എന്ന് കിട്ടി. അപ്പോൾ ഈ 1/2 mc² എന്ന് പറയുന്ന ഹാഫ് mv² എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് അല്ലേ. 1 മോൾ ഓഫ് എ ഗ്യാസിന്റെ എന്താണ് ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 3/2 RT എന്നല്ലേ ഇവിടെ കിട്ടിയത്. ഇവിടെ 3/2 ആറും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് നമുക്ക് ആവറേജിന് പകരം ബാർ എന്ന് കൊടുക്കാം. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ average kinetic energy of 1 mole of a gas is directly proportional to നമുക്ക് ആരെന്ന് കിട്ടി? ടെമ്പറേച്ചർ എന്നല്ലേ കിട്ടുന്നത്. കാരണം 3/2 ആർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്കത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. നിങ്ങൾ നോക്കി, നമ്മൾ 1 മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ആണ് എടുക്കുന്നതെങ്കിലോ ഇവിടെ നമുക്ക് m ഇൻറ്റു ആരെന്നാകും നമുക്കറിയാം. ഒരു മോൾ ഓഫ് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 1 മോൾ ഓഫ് എ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയൊന്ന് മാറും നിങ്ങൾ പറഞ്ഞേടെ. 1/2 ക്യാപിറ്റൽ mc² പകരം നമ്മൾ ക്യാപിറ്റൽ എമ്മിന് പകരം സ്മോൾ m എന്ന് കൊടുക്കും അല്ലേ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും നിങ്ങളൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. 1/2 ക്യാപിറ്റൽ എമ്മിന് പകരം സ്മോൾ m ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് ഇൻറ്റു c² ഈസ് ഈക്വൽ ടു 3/2 RT എന്നല്ലേ കിട്ടുന്നത്. ഇനി നോക്കി, ഈ 1/2 എന്നെ ഇങ്ങ് താഴെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 mc² ഈസ് ഈക്വൽ ടു 3/2 R/NA ഇൻറ്റു T എന്നല്ലേ കിട്ടുന്നത്. നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 3/2 R/NA ഇൻറ്റു T. ഇവിടെ R/NA നമ്മൾ വിളിക്കുന്ന പേരാണ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. എന്ത് വിളിക്കൂടെ? ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഇനി ഹാഫ് mc² എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്യാസ് അല്ലേ. ഒരു മോളിക്യൂളിന്റെ മാസ് അല്ലേ സ്മോൾ m എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു നമുക്ക് 3/2 R/NAക്ക് പകരം KB എന്ന് എഴുതാം. നമുക്ക് 3/2 KBT എന്ന് കിട്ടത്തില്ലേ. ഇനി 3/2 KBT എന്ന് പറയും 3/2 KB എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരെന്ന് എഴുതാം. ടെമ്പറേച്ചർ നമുക്ക് എഴുതി കൂടി. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് ആണെങ്കിലും 1 മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ആണെങ്കിലും അത് ആർക്ക്? അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ പോസ്റ്റുലേറ്റ്സ് പഠിച്ചിരുന്നു. 7ാമത്തെ പോസ്റ്റുലേറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്ത് തരാം, നിങ്ങൾ കാണുക. ഓക്കെ, ബാക്കി ഇതുപോലെ അടുത്ത ക്ലാസ്സിൽ ഒരു ഇതുകൂടി ഇടാം. ഓക്കെ, ശരി.